നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് യുദ്ധത്തിൽ തന്നെ ആരംഭിച്ചാലോ? യുദ്ധം ആണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും. യുദ്ധം എന്താണ് അത്? എന്തിന്റെ ഒരു ഭാവി എങ്ങനെയാ കാണുന്നതിന്? അല്ല, അമേരിക്ക തന്നെ പറയുകയാണ് യുദ്ധം നിർത്താൻ പോവുകയാണ്. യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാം നിർത്തും. നിങ്ങൾ വേണമെങ്കിൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കുക. അത് മാത്രമേ പ്രതിവിധിയുള്ളൂ എന്ന് പറയാം. അതിൽ ട്രംപ് പറയുന്നത് തന്നെ ഒന്നെങ്കിൽ ഞങ്ങളെ തന്നെ വാങ്ങിക്കുക, ഹോർമൂസ് കടലെടുക്ക് നിങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രതിസന്ധി തീരുന്നില്ല. അവിടെ ഇറാൻ ചെറുത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ യുദ്ധം തീർന്നു, ഇനിയിപ്പം നിങ്ങൾക്ക് ഹോർമൂസ് കടലെടുക്കിലൂടെ അങ്ങ് പോകാം എന്നല്ല പറയുന്നത്. ഇതിനെ നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ ട്രംപിൻ്റെ വീഴ്ചയായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഞാൻ ഇറാൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അമേരിക്ക ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ അമേരിക്ക തോറ്റു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതിന് ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇപ്പം വെനിസ്വലയിൽ പോയി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടായാലും അവർക്കറിയാം. അതേ ലാഘവത്തിലാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം ഇറാൻ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. കുവൈറ്റിനെയും സൗദിയെയും UAEയെയും ഒക്കെ ആക്രമിക്കുമ്പോൾ അവർക്കാണെങ്കിൽ പ്രതിരോധിക്കാൻ സംവിധാനവും ഇല്ല. അവിടുത്തെ ജനത വല്ലാതെ ഭയപ്പാടിലാവുന്നു. അമേരിക്ക പ്രതിരോധ സംവിധാനം അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുന്നു. എന്നാൽ അത് പോരാ. അല്ല, പ്രതിരോധം തരക്കേടില്ലാതെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇറാൻ ഇത്രയും തുടർച്ചയായിട്ട് 1 മാസം ആക്രമിച്ചിട്ടും ഈ രാജ്യങ്ങൾക്ക് കാര്യമായെന്ന് പറ്റിയില്ല. അവരുടെ ഇപ്പൊ ഇന്നലെ എനിക്കൊന്ന് ദുബായിലെ പോർട്ടിലേക്ക് വീണിട്ടൊരു എണ്ണ ടാങ്കർ പോയി, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ പരിസരത്ത് വീണാൽ അത് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ട്. പക്ഷേ ഊർജ്ജ നിലയങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമോ എന്നൊരു ആശങ്ക. അല്ല, ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് രമേശ് ഉള്ളത്. ഒന്ന്, ഇതൊരു ഒരു വല്ലാത്തൊരു ഒരു കാട്ടിൻ കൊണ്ട് തീയിട്ടിട്ട് പോകുന്ന അവസ്ഥയാണ്. അതായത് ട്രംപിന്റെ ഒക്കെ പറ്റിയിരിക്കുന്ന ധാരണ, ഞാൻ അതിനുശേഷം വിശദമായി അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, നെതന്യാഹുവിന്റെ സമ്മർദ്ദമാണ് യുദ്ധത്തിന്റെ കാരണം. നെതന്യാഹുവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഇവരുന്ന് ബാലിസ്റ്റിക് മിസൈൽ അവിടെ വിടുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ സയൻസിന്റെ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഗവേഷണശാലയിൽ ഇരിക്കുന്നൊരു ബാലിസ്റ്റിക് മിസൈൽ പൊട്ടാതിരിപ്പുണ്ട്. അവരതിനെ നിർവീര്യമാക്കിയിട്ട് അത് എടുക്കാതെ ആ കെട്ടിടത്തിൽ വെച്ചിരിക്കുകയാണ്. വലിയൊരു കെട്ടിടം. ആ കെട്ടിടം മൊത്തത്തിൽ തകർന്നിട്ട് താഴെ വീഴാതെ, അവരുടെ കൺസ്ട്രക്ഷൻ കാരണം ആ കെട്ടിടം താഴെ വീഴാതെ കെട്ടിടം അവിടെ നിൽക്കുക. ആ കെട്ടിടത്തിന്റെ അകത്ത് ഈ വലിയ മിസൈൽ ഇരിപ്പുണ്ട്. അപ്പം ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത്രയധികം പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ടും ഈ ദൂരിൽ നിന്നും ഇറാൻ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അണുബോംബാണ് വരുന്നതെങ്കിൽ സ്ഥിതി ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് ഇവർ പ്രഷർ ചെലുത്തുമ്പോൾ ഈ JD വാൻസ് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസറായിരുന്നു, മറ്റേ ആ ചാരസംഘടനയുടെ തല, CIAയുടെ അല്ല, മറ്റൊരു ചീഫ്. അയാൾ വ്യക്തമായി പറഞ്ഞതാണ്, പോവരുത്, ഇത് നമ്മുടെ കൈ നിൽക്കത്തില്ല എന്നുള്ള കാര്യം. അയാൾ രാജിവെച്ചു. JD വാൻസിന്റെ കടുത്ത എതിർപ്പിനെയും അവഗണിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായിരുന്നു ഇവർക്ക് പറ്റിപ്പോയത്. നെതന്യാഹു പറഞ്ഞത് വെച്ചാൽ, കംപ്ലീറ്റ് നേതാക്കന്മാരുടെയും ലിസ്റ്റ് ഞങ്ങളുടെയിലുണ്ട്, അവരെവിടെയാണ് താമസിക്കുന്നത്, എവിടെ ഉറങ്ങുന്നത്, നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഇവരെ തട്ടിക്കളയും. അപ്പം ട്രംപ് അത് വിശ്വസിച്ചു. അവരെ ചെയ്യുകയും ചെയ്തു. 48 പേരെ തട്ടിക്കളഞ്ഞു. പരമോന്നത നേതാവും സൈനിക തലവനും അടക്കം 48 പേരെ തട്ടിക്കളഞ്ഞു. അപ്പൊ അവരുടെ സ്വാഭാവികമായ വിചാരം, ഇത്രയും പേര് വീണു, സർക്കാർ വീണു, സ്വാഭാവികമായും ഇവർ ആയുധം വെച്ച് കീഴടങ്ങും, പിടിച്ചെടുക്കാം. ഇതാണല്ലോ ഇറാഖിൽ സംഭവിച്ചതും ലിബിയയിൽ സംഭവിച്ചതും അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതും. ഇതാണ് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തെങ്കിലും ഇവർക്കറിയാമായിരുന്നു, ഇസ്രായേലിനറിയാവുന്ന ഏക ജോലി എന്ന് പറഞ്ഞ കൊലപാതകമാണ്. വളരെ കൃത്യമായി കൊല ചെയ്യാൻ അവർക്കറിയാം. അതിനെ അതിജീവിക്കാൻ പറ്റില്ല എന്ന് ഇറാൻ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇന്നയാളെ, ഒരാൾ കൊല്ലപ്പെട്ട ഇന്നയാളെ പലരെയും അങ്ങ് നിയോഗിക്കും. അതേപോലെ അവര് ഇറാന് ദീർഘകാല ഇറാഖിലൊക്കെ യുദ്ധം ചെയ്തിട്ട് പരിചയം. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും ആ പരിചയമില്ല. വളരെ ദീർഘകാലം അവർ യുദ്ധം ചെയ്തു. ഭൂപ്രകൃതിയുടെ പ്രത്യേകത, അവരുടെ അതിലൊക്കെ പ്രധാനപ്പെട്ടത് ഈ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതും ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊക്കെ പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ കൂലി മേടിക്കുന്ന ആളുകളാണ്. അവിടെ ജോലി ചെയ്യുന്നവർ എന്ന് പറയുന്നത് ജിഹാദിന്റെ ഭാഗമാണ്. അവർ പട്ടാളത്തിൽ ചേരുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് അവരുടെ ഒരു വീരമരണം തേടിയാണ്. അതൊരു ഭീകര സംഘടനകളിൽ എങ്ങനെയാണ് ആളുകൾ പ്രവർത്തിക്കുന്നത്, ഇതേ മനോഭാവത്തിൽ പട്ടാളത്തിൽ പ്രവർത്തിച്ച് അവർക്ക് കൃത്യമായ ട്രെയിനിങ് കിട്ടുന്നത് കൂടി ഇവരെ ഇല്ലാതാക്കുക പ്രയാസമാണ്. ഇത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ട്രംപിന് പാളിച്ചു പറ്റി. ഇപ്പൊ കുഴപ്പം എന്താന്ന് വെച്ചാൽ, അവിടെയാണ് ഇപ്പൊ പരമോന്നത നേതാവ് തന്നെ പറയുന്നത്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രക്തസാക്ഷി ആവുക. ഏതെങ്കിലും രാജ്യത്തെ പരമോന്നത നേതാവ് പറയൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വലിയ ഒരു കുഴപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരമോന്നത നേതാവിനെ വധിച്ചിട്ടും അത് ഇറാനിൽ
ഉണ്ടായത് ഒരു അനുകൂല തരംഗമാണ്. അതെ, രക്തസാക്ഷിയായി. അതുകൊണ്ട് അദ്ദേഹം ഇവര് പറഞ്ഞതുപോലെ വിചാരിച്ച രക്തസാക്ഷിയായി. പല തവണ ഇവർ പരിശ്രമിച്ചു അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ, സാധിച്ചില്ല. അല്ല, അതിന് മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇതിന് ശേഷം ഈ മുമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ അമേരിക്ക പോലുള്ള ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി കൃത്രിമമായി രൂപപ്പെട്ടതാവാം ഈ ചില കലാപങ്ങൾ, ചില വിഷയം ഉണ്ടാവുമ്പോൾ. കാരണം അതങ്ങനെ കത്തിച്ചു വിടുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കശ്മീരിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ, പിറ്റേ ദിവസം പിടിച്ച് അമ്മമാരെ അകത്തിട്ട് തീർത്ത് കളഞ്ഞല്ലോ. അപ്പം ഇത്തരത്തിൽ ആകാം, നമുക്കിതിൻ്റെ ഡെപ്ത് അറിയില്ല. ഈ പാകിസ്ഥാനിൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ഇസ്ലാമിക നിയമത്തിനെതിരെ ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരു ജനവികാരമുണ്ട്. ഇത് തന്നെയാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ട്രംപിനൊരു കാര്യം ബോധ്യമായി, 1 മാസം പിന്നിട്ടിട്ടും ഒരിടത്തും എത്തിയിട്ടില്ല. ട്രംപിന് അമേരിക്കയ്ക്കും ഡയറക്ട്ലി കാര്യമായ കുഴപ്പമില്ല, അങ്ങോട്ട് അക്രമം ഉണ്ടായിട്ടില്ല. അതേപോലെ അവരിൽ എണ്ണയും ഉണ്ട്, അവർക്ക് എണ്ണയുണ്ട്. 15 പട്ടാളക്കാർ മരിച്ചു എന്നുള്ളത് സത്യമാണ്, അത് പിന്നെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ലോകരാജ്യങ്ങൾ മുഴുക്ക ഇന്നലെ തന്നെ ചില രാജ്യങ്ങളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് തുടങ്ങുന്നു. അതിനപ്പുറത്തേക്ക് അതൊക്കെ പോട്ടെ, പെട്രോൾ പമ്പുണ്ട്, ഇന്ധനക്ഷാമമുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമൂസ് കടലെടുക്കുക അങ്ങനെ അടച്ചിടുന്നിടത്തോളം കാലം ഈ എണ്ണക്ഷാമം ശക്തമായി ഉണ്ടാവും. അത് എണ്ണ, പ്രകൃതിവാദം ഇതെല്ലാം ഉണ്ടാവും. അത് വിലക്കയറ്റം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാകും. അത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം ട്രംപിനിപ്പോൾ നിർത്തിയിട്ട് പോയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായി യുദ്ധം തുടരുക, ദീർഘകാല യുദ്ധം തുടർന്നാൽ ഈ എണ്ണ പ്രതിസന്ധി മുമ്പോട്ട് പോയിക്കിട്ടി. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇറാൻ ഉണ്ടാകുന്നതിന്റെ 100 മടങ്ങ് ചെലവാണ് അമേരിക്ക ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ആയുധ ശേഖരം എന്ന് പറഞ്ഞാൽ ഒരു ആയുധത്തെ നിർവീര്യമാക്കാനാണ് ആയുധത്തിന്റെ 100 ഇരട്ടി വിലയുള്ള പൈസ. അപ്പൊ അവരിത് കൃത്യമായി സ്റ്റോക്ക് ചെയ്ത് അവർക്ക് ഈ ഡ്രോണുകളൊക്കെ ഇറാൻ വളരെ ചെറിയ വിലയ്ക്ക് ഉണ്ടാക്കി. മാത്രമല്ല ചൈനയുടെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ പിന്തുണയും ഉണ്ടാവും. അവരതിനുള്ള ഇന്റലിജൻസ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഇന്റലിജൻസ് തുർക്കിയും സഹായിക്കാൻ സാധ്യതയുണ്ട്. പേരിന് വേണ്ടി ചുമ്മാ തുർക്കിക്ക് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് ഇടുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ട്രംപ് ഇത് തുടർന്നാൽ 2 ഓപ്ഷൻസ്. ഒന്ന്, ട്രംപ് തുടർന്നാൽ ഇത് അമേരിക്കയെ നേരിട്ട് ബാധിക്കും. കാരണം ഇത് ഒരിക്കലും വിജയിക്കാത്തൊരു യുദ്ധമായി. അതുകൊണ്ടാണ് ട്രംപ് ഭീഷണിപ്പെടുത്തി മുന്നറിയിപ്പ് കൊടുത്തു. പിന്നീട് ട്രംപ് എന്താ പരിഹസിച്ചു, കളിയാക്കി, അവിടുത്തെ നേതാവാക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് സമ്മാനം അയച്ചെന്ന് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് വെടിനിർത്തൽ സ്വമേധയാ പ്രഖ്യാപിച്ചു. ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ ട്രംപിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഏപ്രിൽ മാസം 6 വൈകുന്നേരം 8 മണി എന്ന് പറഞ്ഞൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 6 8 മണിക്ക് മുമ്പ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ട്രംപിന് വലിയ നാണക്കേടാവും. കാരണം ട്രംപ് ഇത്രയും ദീർഘകാലം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രംപ് എപ്പോഴൊക്കെ വെടിനിർത്തലിനെ കുറിച്ച് പറയുന്നു അപ്പോഴൊക്കെ അതില്ല എന്ന് വരുത്താൻ വേണ്ടി ആക്രമിക്കും. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ആക്രമണം. എപ്പോഴൊക്കെ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോഴൊക്കെ UAE-ക്കെതിരെയും സൗദിക്കെതിരെയും ആക്രമണം ഉണ്ടാവും. ഇതുകൊണ്ട് ട്രംപിന്റെ മുമ്പിലുള്ള വഴി 2ആണ്. ഒന്ന്, ഇത് തുടർന്നാൽ ഇവരെ തീർക്കാൻ പറ്റത്തില്ല, കീഴടങ്ങാൻ പറ്റത്തില്ല, പ്രതിസന്ധി നിൽക്കും. നിർത്തിയാൽ തൽക്കാലത്തേക്ക് പ്രതിസന്ധി പരിഹരിക്കും. പക്ഷേ അപ്പോഴും പുതിയൊരു വലിയ വിഷയത്തിന് തുടക്കമാവും. ഈ അമേരിക്കയെ വിശ്വസിച്ച് ഈ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യം, GCC രാജ്യങ്ങൾ ഇവിടെ അമേരിക്കൻ വ്യോമത്താവളം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ അമേരിക്കൻ സുരക്ഷ കൊണ്ടൊരു ഗുണമില്ലെന്ന് ബോധ്യമാവും. അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിൽ കുരിശാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇറാൻ ശക്തമായി വീണ്ടും ആക്രമിക്കാനും പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ചില ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ വിമാനം ഇറങ്ങാൻ അനുവദിച്ചില്ല. സ്പെയിൻ അമേരിക്കയുടെ ആകാശം അടച്ചു. ബ്രിട്ടൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇത് ഞങ്ങളുടെ യുദ്ധമല്ല. അപ്പൊ ട്രംപ് പറയുന്നു എന്താണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി. ഇത് വലിയ കുഴപ്പമാണ്. കാരണം ഈ നാറ്റോ എന്ന് പറയുന്ന ഐഡിയോളജി തന്നെ എന്താണ്? ഏതെങ്കിലും ഒരു ഈ യുക്രൈൻ യുദ്ധം ആരംഭിക്കാൻ കാരണം എന്താണ്? നാറ്റോയിൽ അംഗത്വം എടുത്താൽ ഇവരെല്ലാം കൂടി റഷ്യ ആക്രമിക്കുന്നു ഭയന്നിട്ടാണ്. ഇനിയിപ്പോൾ പ്രശ്നം ഇരിക്കുന്ന വെച്ചാൽ റഷ്യക്ക് ഒരു പരീക്ഷണം എന്നതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റഷ്യ ഒരു പരീക്ഷണം എന്നാൽ ഫിൻലൻഡിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെയോ ആക്രമിക്കും. എസ്തോണിയ, അവരുടെ ആ പഴയ രാജ്യങ്ങൾ, അവരേക്കൊരു ഇൻവേഷൻ നടത്താം. റഷ്യ നേരെ പോയി ഫിൻലൻഡ് ആക്രമിക്കുകയോ അല്ലെങ്കിൽ എസ്തോണിയോ ലാത്വിയോ പിടിച്ചെടുക്കുകയോ ചെയ്താൽ അമേരിക്ക അനങ്ങത്തില്ല. അമേരിക്ക ഇല്ലാതെ നാറ്റോ 0ആണ്. അതെ, അമേരിക്ക പറയും ഇവിടെ ഇറാനിൽ സഹായം കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ നിർത്തിയിട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത്, റഷ്യ ടെസ്റ്റ് നടത്തും. ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിൽ അവർ അധിനിവേശം നടത്തും. 2, യുക്രൈൻ അമേരിക്കയുടെ യുക്രൈൻ അവർ പകുതി മുറിച്ചെടുക്കും. ഇതോടുകൂടി റഷ്യ വളരെ കൃത്യമായി ഇടപെടൽ നടത്തുകയും അമേരിക്ക മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ലോകക്രമം ആകെ മാറും. അതേപോലെ ഇപ്പൊ യുക്രൈനെ ആക്രമിക്കുന്ന റഷ്യ ഇനി കുറ്റം പറയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ബന്ധം സംഭവിക്കും. അവിടെയാണ് അമേരിക്ക നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഈ അറബ് രാജ്യങ്ങൾ സഹായത്തിന് വേണ്ടി റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവരെ അധിനിവേശം നടത്തുന്ന ഒഴിവാക്കാൻ
അവർക്കുള്ള എളുപ്പവഴി ഈ റഷ്യയും ചൈനയുമാണ്. അതെ. ഇപ്പം റഷ്യയും ചൈനയും അവരെ സഹായിക്കുന്നെങ്കിലും ഇവിടെ ഒരു അധിനിവേശത്തിന്റെ സാഹചര്യം ഒഴിവാക്കാൻ അവർ കൂടിയാൽ പിന്നെ ഇവർ വെക്കാൻ പോകുന്ന ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ കോളനിയിൽ ഒഴിപ്പിക്കാനായിരിക്കും. അപ്പൊ എന്നാ സംഭവിക്കാമെന്ന് വെച്ചാൽ അമേരിക്കയുടെ എല്ലാ വ്യോമത്താവളങ്ങളും ഈ രാജ്യങ്ങൾ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ശ്രീലങ്ക പോലും പറ്റൂല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് അമേരിക്കയുടെ, ഞാനിതിനെ കാണുന്നത് രണ്ടാം ലോകമഹായുദ്ധം വരെ ലോകത്തിന്റെ നിയന്ത്രണം ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം നയിച്ചത് ബ്രിട്ടനാണ്. പക്ഷെ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുമ്പോൾ ഈ അധീശത്വം നഷ്ടപ്പെടുകയും അമേരിക്ക വരികയും ചെയ്തു. ഈ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ആ വൻശക്തി ഇവിടെ അവസാനിക്കുകയും റഷ്യ ചൈന എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ലോകം മാറുകയും ചെയ്യുന്ന വലിയ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പോലും ഇറാനൊപ്പമാണ് സത്യം പറഞ്ഞാൽ നിന്ന്. അതെ, ഇന്ത്യ സൗഹൃദ രാജ്യമായിട്ട് കരുതിയിരിക്കുന്നത്. ഇറാൻ ഒരുപാട് തവണ നന്ദി അറിയിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇന്ത്യ വളരെ സൂക്ഷ്മമായ ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനുമായിട്ട് ഇന്ത്യക്ക് പ്രശ്നമില്ല, റഷ്യയുമായിട്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളോടും നമ്മൾ സൂക്ഷ്മമായി നീങ്ങുന്നത് കൊണ്ട് നമുക്ക് വലിയ പരിക്കില്ലാതെ പോകും. പക്ഷേ ലോക എക്കണോമിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. രണ്ട്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ട്രംപിനെ പോലുള്ള ഒരു വരുന്നു, അതങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിലും ഈ ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്ന സങ്കല്പമുണ്ടല്ലോ, അത് നിലനിർത്തുന്നത് അമേരിക്കയാണ്. ഈ ലോകത്തെ ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തെ പുഷ്ടിപ്പെടുത്തുന്ന അമേരിക്ക. ഈ അമേരിക്ക ദുർബലപ്പെട്ടാൽ ലോകത്തിന് ജനാധിപത്യം പോകും. അങ്ങനെ വലിയ ഗൗരവമേറിയ വിഷയമാണ് യുദ്ധം. ഏകാധിപത്യത്തിന്റെ അവിടെ അവർക്ക് അത് ജനാധിപത്യം ഇല്ലല്ലോ. ജനാധിപത്യം ഇല്ലാത്ത വളരെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം. ഇത് ലോകം തന്നെ അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കുഴപ്പത്തില്ല. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുഴപ്പം ഇവരാരും ഒറ്റയ്ക്ക് ശക്തരല്ല. പണ്ടത്തെ ആനപ്പുറത്തിരുന്നവരാണ്. ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാവരും പണ്ട് ആനപ്പുറത്തിരുന്നത്. പക്ഷെ ഇവരാരും ഇപ്പോൾ ആനപ്പുറത്തല്ല. അത് അവരൊക്കെ കൊച്ചു രാജ്യങ്ങളാണ്. അവർക്ക് അതിനുള്ള മനുഷ്യവിഭവശേഷിയില്ല, പട്ടാളമില്ല. സാങ്കേതികമായി പോലും അവരെല്ലാം അമേരിക്കയെ ആശ്രയിച്ചാണ്. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യയുള്ള ഇന്ത്യ സാങ്കേതികമായി ഒരുപാട് വളരെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. ചൈനയിലാണല്ലോ കൂടുതൽ പേരുള്ളത്. അപ്പം ആളുകളുള്ള സ്ഥലത്ത് സാങ്കേതിക വിദ്യയും വന്നു. അപ്പം മറ്റു രാജ്യങ്ങൾ വളരെ പിന്നിൽ പോയെന്നുള്ളതാണ്. നമുക്ക് രഞ്ജിത്തിലേക്ക് പോവാം. പറയൂ, രഞ്ജിത്തിന്റെ ഡെവലപ്മെന്റ് എന്താണ്? രഞ്ജിത്ത് വളരെ നാടകീയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നലെ പെട്ടെന്ന് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനാ ഇപ്പൊ പെട്ടെന്ന് ഇത്രയും നാടകീയമായ അറസ്റ്റ്? വളരെ നാടകീയമായിരുന്നില്ല. അറസ്റ്റ് എങ്ങനെയായിരുന്നു? അറസ്റ്റ് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ സർക്കാരിന് വേണ്ടി നടത്തിയ ഒരു അറസ്റ്റ് എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. സർക്കാരിനെ അറിയിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥര് വളരെ തന്ത്രപരമായി പിടിച്ചു. ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പൊ എന്നോട് അവർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, ആ കാലമാണിത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചത്. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 4 ദിവസം മുമ്പാണ് ഈ പരാതി പോലീസിന്റെ കിട്ടുന്നത്. പോലീസ് അതീവ രഹസ്യമായി ഈ നടിയുടെ മൊഴിയെടുത്തു. ഈ സംഭവം നടന്ന കുറച്ച് ദിവസം മുമ്പായിരുന്നു. പോലീസുകാർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. കാര്യം പരാതി കിട്ടിയിട്ട് ഈ ട്രോമയിലായതുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയും കാലം മാറിയുന്നതെന്ന് മനസ്സിലായി. നമ്മുടെ കൊച്ചി കമ്മീഷണർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ വേദനയോടെയാണ് ആ കൊച്ചി പരാതി. മഹേഷ് കുമാർ. ഞാൻ അത് പറയുമ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരള പോലീസിലെ ഏറ്റവും ഇന്റഗ്രേറ്റഡ് ഓഫീസർമാരുടെ ഒരാളാണ്. എനിക്ക് ചില അനുഭവങ്ങൾ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എങ്കിൽ പോലും അയാൾ സത്യസന്ധമായി കാര്യങ്ങൾ നടക്കണം. അല്ല, അദ്ദേഹം ഈ കാശ്മീർ കേഡറിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കാശ്മീരിലെ പോലീസ് എന്ന് പറഞ്ഞാൽ പണിയിലായിരിക്കുക എന്നുള്ളതാണ്. അവിടെ സേനയുണ്ട്, പട്ടാളം ഉണ്ടല്ലോ, പട്ടാളമാണ് എല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കാശ്മീരിൽ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോക്കെടുത്ത് തീവ്രവാദികളെ നേരിടാൻ ഇറങ്ങുന്നത്. അത് വളരെ പുള്ളി ഒരുപാട് ഓപ്പറേഷൻസ് നടത്തി. ആന്ധ്രക്കാരനാണോ? അല്ല, തമിഴ്നാടുകാരനാണ് ഇദ്ദേഹം. അവിടെ പോയി ഒരുപാട് ഓപ്പറേഷൻ, ഒരുപാട് തീവ്രവാദികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പം ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവിടുത്തെ ഹിസ്ബുള്ള തീരുമാനിക്കുകയും 6-7 ബുള്ളറ്റാണ് ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ അവര് വെടിവെച്ചത് ഒരു ഓപ്പറേഷനിലാണ്. ചെയ്തായിരുന്നു. അങ്ങനെ അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായി. അന്ന് മനസ്സിലായത് തമിഴ്നാട് സർക്കാർ തന്നെ ഇദ്ദേഹത്തെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് പ്രത്യേക ചികിത്സയൊക്കെ കൊടുത്തിട്ട് ശരിയാക്കി എടുക്കായിരുന്നു. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ ആദ്യം ഒരു ഡെപ്യൂട്ടേഷൻ പോസ്റ്റിൽ അവിടെ തന്നെ നിയമിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കാശ്മീരിൽ നിന്ന് കേരള കേഡറിലോട്ട് മാറി. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഇദ്ദേഹം വരുന്നത്. അപ്പം ഒരു തോക്കെടുത്ത് പോരാടുന്ന ഒരു ശൗര്യമുള്ള അനുഭവം ഉണ്ട് എനിക്ക്. 100% നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുന്നിലാണ് ഈ പരാതി കിട്ടുന്നത്. അപ്പൊ ഇദ്ദേഹം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. രഞ്ജിത്തിനെ നമുക്ക് മനസ്സിലാക്കിയ കഴിഞ്ഞിടത്തോളം പരാതി കിട്ടിയ അന്ന് പോലെ തന്നെ രഞ്ജിത്തിന്റെ സിനിമാ സെറ്റില് ഷാഡോ പോലീസിനെ പുള്ളി നിർത്തിയിരുന്നു. രഞ്ജിത്തിന്റെ ഓരോ നീക്കവും മനസ്സിലാക്കി. ഇതിനിടയിൽ ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായി രഞ്ജിത്ത് എങ്ങനെയോ അറിഞ്ഞു. കാര്യം രഞ്ജിത്തിന്റെ സെറ്റിൽ തന്നെ വളരെ ഉന്നതരായ ആളുകളുണ്ട്. ഈ കേരളത്തിലെ ഭരണത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വ്യക്തികൾ പോലും ആ സെറ്റിലുണ്ട്. അവരെങ്ങനെ അറിഞ്ഞപ്പോൾ
അദ്ദേഹം എന്ത് ചെയ്തു, ഈ അവധി ദിവസങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതുകൊണ്ടായിരിക്കും, ജാമ്യം കിട്ടില്ല എന്നൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് ഇന്നലെ നാടകീയമായി സെറ്റിൽ നിന്ന് മുങ്ങി വേറൊരു ഇടുക്കിക്ക് മൂന്നാർ വഴി പോകാനായിരിക്കും പോയത്. അതെ അതെ അതെ, തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോകാനായിരുന്നു അദ്ദേഹം പോയത്. പക്ഷേ ഷാഡോ പോലീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് ഒക്കെ കമ്മീഷണർ കൃത്യമായി മനസ്സിലാക്കുകയും ഈ വണ്ടിയെ ഫോളോ ചെയ്യുകയും അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്, അത് ഈ മുട്ടം എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തിന് പോകുന്ന വഴിയാണ്. അതിലെ നമുക്ക് മൂന്നാറിലേക്കോ ഇടുക്കിയിലേക്കോ പോവാം, അതിലെ തമിഴ്നാട്ടിലേക്ക് പോവാം. അതായത് ഈ ഇദ്ദേഹത്തെ കൊണ്ടുപോയ ഒരു സിനിമാ നടനുണ്ട്, ഞാനിപ്പം പേര് ഓർക്കുന്നില്ല, അദ്ദേഹം സ്ഥിരമായി പോകുന്ന ഒരു റിസോർട്ട് ഉണ്ട് അവിടെ. ആ ഭാഗത്ത് എല്ലാ റിസോർട്ടുകളാണ്. ആ റിസോർട്ടിൽ എന്തോ നല്ല അതിലെ പോയ മുട്ടത്തുനിന്ന് നേരെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയാൽ നല്ല മനോഹരമായ സ്ഥലം. അപ്പൊ ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങൾ വരെയുള്ള ഒരു റിസോർട്ട് ഉണ്ടെന്ന്. ആ റിസോർട്ടിലേക്കാണ് ഈ ഇദ്ദേഹം പോയതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് പിടിക്കുന്നത് മാത്രമല്ല, പിടിച്ച അപ്പം തന്നെ കൊച്ചിയിൽ കൊണ്ടുവരുന്നു. രാത്രി അദ്ദേഹത്തിന് രഞ്ജിത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കരള് മാറ്റി വെച്ചിട്ടുണ്ട്, അങ്ങനെ വൃക്കയും മാറ്റി വെച്ചു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ്. അതിൽ വേറെ ആശുപത്രി കൊണ്ട് കാണിച്ചു, ചെറിയ ഇതുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ ഒബ്സർവേഷനിൽ കിടത്തി, ഈ BP ഒക്കെ നോർമലായി. ഇന്നലെ കൊച്ചിയിൽ രാത്രി കൊണ്ടുവന്നിട്ട് രാവിലെ വരെ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ വെച്ചിരുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്തതിന്റെ ഒരു മാനസിക സമ്മർദ്ദമായിരിക്കും, രക്തസമ്മർദ്ദം, അതെല്ലാം നോർമലാക്കി രാവിലെ എന്നിട്ടാണ് കോടതി രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഒരു മിനിറ്റ് പോലും ഇരുത്തിയില്ല. അവിടുന്ന് അപ്പം തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി. വക്കീൽ എത്തിയില്ലേ? അല്ല, വക്കീല് ഇത്ര പെട്ടെന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തുമെന്ന് കരുതി കാണത്തില്ല. അപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചു. അപ്പം വക്കീൽ ഓടി വന്നു. സാധാരണ പോലീസ് സ്റ്റേഷൻ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതെ. അപ്പം വക്കീലിന് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം വക്കീല് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു കാണും, അപ്പം ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാന്നെന്തോ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപ്പം തന്നെ റിമാൻഡ് ചെയ്ത് അപ്പം തന്നെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അല്ല, പിന്നെ മെഡിക്കൽ പരിശോധനയൊന്നും അപ്പൊ കുഴപ്പമില്ല. മെഡിക്കൽ പരിശോധന 8 മണിക്ക് കഴിഞ്ഞിട്ടാണല്ലോ. 8 മണിക്കാണ് മെഡിക്കൽ പരിശോധന അവസാനം. ഇത് 8:30 മുമ്പേനെ പുള്ളിയെ 9 മണിക്ക് മുമ്പേനെ ജയിലിലാക്കി. പിന്നെ ഒരു മെഡിക്കൽ പരിശോധനയുടെ കൃത്യമായി ജയിലിലടയ്ക്കണം നടന്നിട്ടുണ്ട്. അത് കോടതി തുറക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കോടതി കൊണ്ടുവരുന്നെങ്കിൽ അവിടെ ഒരു വാദം നടക്കുകയും ജാമ്യം, പുള്ളിയുടെ മെഡിക്കൽ പരിഗണനകളൊക്കെ വരാമല്ലോ. ഒരു അസുഖമുള്ള മനുഷ്യനായതുകൊണ്ടും ഈ കരളൊക്കെ മാറ്റി വെച്ച ഒരു മനുഷ്യൻ. ഇതിനകത്ത് ഒരു കാര്യം ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഈ കോടതി ഹാജരാക്കുന്ന വിഷ്വൽസ് ഉണ്ട്, ഈ മജിസ്ട്രേറ്റ് വീട്ടിൽ അത് ശരിയല്ല. ഈ മജിസ്ട്രേറ്റിന്റെ മാധ്യമങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. പക്ഷെ ചില മാധ്യമങ്ങൾ കാണിച്ചിരുന്നു, ഞാൻ കണ്ടു. അത് കാണിക്കുന്നത് ശരിയല്ല. എന്റെ കേസ് വന്നപ്പോഴും ഇത് തന്നെയാണ്. അത് പക്ഷെ മജിസ്ട്രേറ്റ് അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നെ കാണിക്കരുതെന്ന്. അന്ന് അപ്പൊ തന്നെ അവര് ഇത് ശരിയല്ല. ഇന്നിപ്പോ ഒരിക്കലും മജിസ്ട്രേറ്റിന്റെ വീടും കോടതിയാണ് ഒരു പ്രതി വരുമ്പോൾ. അപ്പൊ മജിസ്ട്രേറ്റിനെ കാണിക്കുന്ന കോടതിയുടെ ദൃശ്യം, ഇത് വാസ്തവത്തിൽ ഇവിടുത്തെ ചാനലുകൾ കാണേണ്ട, കാരണം അത് അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. ഒരിക്കലും, കാരണം ഇന്നല്ലെങ്കിൽ മറ്റൊരു കേസിൽ വരുമ്പോൾ ഇവർക്ക് നോക്കി വെക്കാൻ എളുപ്പമാണ്. അതൊക്കെ ശരിയല്ല അത് പറയുമ്പോൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ആളാണ്, CPI വളരെ അടുപ്പമുള്ള ആളാണ്. ഈ 2 കേസുകൾ ഉണ്ടായപ്പോഴും അയാൾ പുല്ലുപോലെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുമാതിരിപ്പെട്ട കേസുകളിലെല്ലാം നമ്മൾ പ്രോപ്പർ ചാനലിലെ മുൻകൂർ ജാമ്യത്തിനുമായി കിട്ടും. കാരണം സുപ്രീം കോടതിക്കൊരു നോംസ് ഉണ്ട്. 7 വർഷത്തിൽ താഴെ കുറ്റകൃത്യമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ ജാമ്യം തരണം. ഇനി അതല്ല, റേപ്പ് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിൽ അതിന്റെ ലോജിക്ക് നോക്കി വേണേ കിട്ടാവുന്നതാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം പലപ്പോഴും ഈ മുൻകൂർ ജാമ്യത്തിന് അവസരം കൊടുക്കാതെ, അതായത് FIR ഇട്ടത് വളരെ രഹസ്യമായിട്ടായിരുന്നു. FIR ഇട്ടിട്ട് അവരെ ഉടൻ തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും രഞ്ജിത്ത് ഇതെല്ലാം അറിയുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നോ. അപ്പോഴാണ് രഞ്ജിത്ത് അവിടെ നിന്ന് മാറുമ്പോൾ തന്നെ അങ്ങ് പിടിക്കും. ആരെങ്കിലും പോലീസ് തന്നെ പറഞ്ഞാണ് ഏതെങ്കിലും നടക്കത്തില്ല, അപ്പൊ തന്നെ പിടിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് തീർന്നെന്ന് തോന്നുന്നു മറ്റേ സിനിമയുടെ. ഇല്ല എന്നൊക്കെ പത്രങ്ങൾ വരുന്ന അങ്ങനെ അല്ലെങ്കിലും ഞാൻ അന്വേഷിച്ചു, ഏകദേശം ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടി ഗസ്റ്റിൽ ആയിട്ട് വരുന്നുണ്ട്. ആ സിനിമയുടെ ഒരു പേരോ അല്ലെ അതിന്റെ ഒരു എന്താണ് ആ സിനിമയെന്ന് ഒന്നും ഇവര്, ഞാൻ മനസ്സിലാക്കുന്ന പഴയ ബ്ലാക്കില്ലേ, ബ്ലാക്കിന്റെ പേരിലുള്ള മറ്റേ ഷൺമുഖൻ തിരിച്ചു വരുന്നത്. അത് പുള്ളി എന്തോ ഗസ്റ്റ് റോളിലാണ്. മറ്റേ നമ്മുടെ തുടരും സിനിമയിലെ വില്ലനാണ് ഈ സിനിമയിലെ നായകൻ എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തെ മമ്മൂട്ടിയുടേത് ഗസ്റ്റ് റോള് മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമയുടെ എന്താണ് സിനിമ എന്നോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ആ സിനിമയുടെ ഗെറ്റപ്പ്, സിനിമ എടുത്തിട്ട് കുറെ കാലമായി. സിനിമ എടുത്തത് മോഹൻലാലിനെ വെച്ചിട്ട് ഇംഗ്ലണ്ടിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അത് വലിയ പരാജയമായിരുന്നു ആ സിനിമ. 6 വർഷമായി തോന്നുന്നു. അതെ. അതിനുശേഷം പിന്നെ പുള്ളി ചലച്ചിത്ര അക്കാദമിയിലായിരുന്നു. പിന്നെ തീരെ അദ്ദേഹം അസുഖബാധിതനായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ നോക്കുമ്പോ സാധാരണഗതിക്ക് ഈ ഒരു പുരുഷൻ ഒരു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായാൽ നമ്മുടെ നാട്ടിലൊരു പൊതു
രീതി എന്ന് പറയുന്നത് സ്ത്രീയെ ചീത്ത വിളിക്കുന്നതും പുരുഷനെ പിന്തുണയ്ക്കുന്നതുമാണ്. അതെ. അല്ലേ? നമ്മളിപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശരി, മറ്റേത് കേസാണെങ്കിലും ശരി, അത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ പൊതുവെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് സ്ത്രീക്കെതിരാണ്. പക്ഷെ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. അല്ല, അത് രഞ്ജിത്തായതുകൊണ്ടാണ്. ആ, രഞ്ജിത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പൊ തന്നെ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും സർക്കാർ ഒരു വനിതാ ഉദ്യോഗസ്ഥരെ തന്നെ അതിന്റെ ചുമതലയേൽപ്പിക്കുകയും അവരെ ഓടി നടന്ന് മൊഴിയെടുക്കുകയും അവർ 50ഓളം FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പം ഈ FIRകൾ സാധാരണ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇരയ്ക്ക് മാത്രമാണ് പ്രിവിലേജ് കിട്ടുക. കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതികൾക്കെല്ലാം പ്രിവിലേജ് കിട്ടി. കോടതി തന്നെ പറഞ്ഞു ഒന്നും പറയണ്ടെന്ന്. ഒരുപക്ഷെ 54ഓളം FIR ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരിക്കൽ കാണാൻ പറ്റി. അതിലിങ്ങനെ നമ്പർ ഇട്ട് ഈ FIRകളുടെ നമ്പറൊക്കെ കണ്ടു. അതിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാന നടന്മാരും പ്രതികളാണ്, സംവിധായകരും എല്ലാം പ്രതികളാണ്. പക്ഷേ ഇവർക്ക് പ്രിവിലേജ് കിട്ടി. കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതികൾക്ക് പ്രിവിലേജ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ചർച്ചയാവുന്നേ ഉള്ളൂ, ഇരയെ മാത്രം മറച്ചു വെച്ചിട്ട് ചർച്ച. അങ്ങനെ അവർക്ക് പ്രിവിലേജ് കിട്ടി, അങ്ങനെ അവർ ഒന്നും വന്നില്ല. പകരം എന്ത് ചെയ്തു? സർക്കാർ തന്നെ ഈ കേസുകളെല്ലാം, ഈ പ്രിവിലേജ് കാരണമാണ് ഈ കേസുകളെല്ലാം അവർ സെറ്റിൽ ചെയ്തിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇല്ലാതായി. അതിന് സർക്കാരിന്റെ ഒരു രഹസ്യ പിന്തുണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വെളിയിൽ കയ്യടി നേടാൻ വേണ്ടി. അതെ, അല്ലെങ്കിൽ തന്നെ കോടതി പറയുമ്പോൾ പ്രതികൾക്ക് പ്രിവിലേജ് കൊടുക്കണ്ട എന്ന് സർക്കാരിന് പറയാമായിരുന്നു. അതുപോലെ സർക്കാർ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇവരുടെ എല്ലാം മുഖം പുറത്ത് ചർച്ചയായനെ. പല കേസുകളും അങ്ങനെയാണല്ലോ, ചർച്ചയായതിനു ശേഷം ഇവര് ഒത്തുതീർപ്പായി അവര് നിയമപരമായി സേഫ് ആവുന്നു. പക്ഷെ ഇവിടെ ഇവരുടെ എന്നും പേര് പുറത്തു വന്നില്ല. അപ്പൊ അത് വന്നിരുന്നെങ്കിൽ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ഗൗരവത്തോടെ എടുക്കുകയും നല്ല രീതിയിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഇന്ന് ഈ പെൺകുട്ടിക്ക് ആ സെറ്റിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഈ പെൺകുട്ടി പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളും ഇതൊക്കെ പോലീസ് ശേഖരിച്ചു. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ ഇവര് കാരവാനിൽ വെച്ചിട്ടാണല്ലോ ഇവര് ഈ FIR ഇട്ട കാളീശ്വരൻ, അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതി അറിയാലോ. ഈ കാരവാനിലുള്ള പുറത്തുള്ള വിഷ്വൽസ് അകത്ത് CCTV അതുവരെ അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാരവാനിൽ തന്നെ ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നതിന്റെ, കരഞ്ഞോണ്ട് പോകുന്നതിന്റെ വിഷ്വൽസ് അടക്കം അവിടെയുണ്ട്. പിന്നെ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാഥമികമായി സാധാരണ ഒരു അന്വേഷണത്തിൽ നടത്താത്ത പ്രാഥമികമായ തെളിവെടുപ്പുകളെല്ലാം ഇവർ നടത്തി കഴിഞ്ഞു. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായിയുടെ ദുർഭരണം അവസാനിക്കുന്നു പോലീസും കരുതുന്നു എന്ന് വേണം കരുതുന്നത്. അതെ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പിണറായിയോട് സംസാരിച്ചു. അടുത്ത കാലത്തൊക്കെ കുറെ കേസുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പലർക്കെതിരെ നടപടി ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്കും അറിയാം ഭരണം അവസാനിക്കും. അതെ, ഇപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വന്ന ചില വാർത്തകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത 78 സീറ്റാണ് CPM കൊടുക്കുന്നത്. അത് ശരിയാണെങ്കിൽ പോലും ഒരു സർക്കാരിന്റെ അടുത്ത് തോറ്റോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 78 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പാർട്ടിയുണ്ട്, അവർ ശ്രീലേഖ എന്നോട് ഇന്റർവ്യൂ പറഞ്ഞ കേട്ടില്ല. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഇന്റലിജൻസ് മേധാവി ആയിരിക്കും, ഇന്റലിജൻസ് ബ്രീഫ് ചെയ്യുമ്പോഴത്തേക്കും ഇനി തരണ്ട, പാർട്ടി എനിക്ക് ബ്രീഫ് തരുമെന്ന് പറഞ്ഞു. അതെ, അപ്പം 78 കൊടുക്കാൻ പറ്റുള്ളൂ. 78 എന്ന് പറഞ്ഞ സംഖ്യയിൽ തന്നെ ഉണ്ട് തോൽവിയുടെ മണമാണ്. അതിന്റെ ഒരു ഇച്ഛാഭംഗമാണ് പിണറായിയുടെ ഈ ദേഷ്യം. ദേഷ്യം വരുന്നില്ല. ഇപ്പൊ പലതും ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് ഇറങ്ങുന്നത് ഉണ്ട്. ഈ ഭരണം മാറുമെന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ മാത്രമല്ല ഈ രഞ്ജിത്ത് ഒരു അഹങ്കാരിയാണ്. എനിക്ക് രഞ്ജിത്തിനോടുള്ള നല്ല മനോഹരമായ സിനിമയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും അല്ലെ ഒരുമാതിരി 80% സിനിമകളും സാധാരണമാണ്. അതായത് പുലരിയിൽ തുടങ്ങുന്ന മലയാള സിനിമയെ ഇത്രയും റിച്ചാക്കിയിട്ടുള്ള തിരക്കഥാകൃത്ത് ഇല്ല. മെയ് മാസ പുലരിയിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ രഞ്ജിത്താണ് എഴുതിയെന്ന് പലർക്കും അറിഞ്ഞു. അല്ല, അത്ര മനോഹരമാണ്. പക്ഷേ ഇത് മാത്രമല്ല, ആദ്യകാലത്ത് ഇയാളുടെ ഈ വിചിത്രമായ സ്വഭാവം കാരണം മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ഒരു പിണക്കത്തിലായിരുന്നു, അടുപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് അവർക്ക് ഇയാളെ ആശ്രയിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ഇയാളുടെ സിനിമയുടെ ശക്തി കൊണ്ടുവന്നു. പക്ഷെ ഇയാളുടെ ധാർഷ്ട്യം എന്ന് പറയുന്ന സാധനം കൊണ്ട് കൂടിയിട്ട്, അതായത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച നടൻ അഗസ്റ്റിൻ എന്നാണ് പറയുന്നത്. മരിച്ചുപോയ അഗസ്റ്റിനുമായിട്ടുള്ള സൗഹൃദം, കോഴിക്കോടൻ സൗഹൃദമാണ് പുള്ളിക്ക് മോഹൻലാലുമായിട്ടും മമ്മൂട്ടിയായിട്ടൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുത്ത കാര്യം. അഗസ്റ്റിനായിരുന്നു ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരുവിധം. അഗസ്റ്റിന് എല്ലാവരുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരു അസാധാരണ വ്യക്തിബന്ധം. ഇപ്പൊ നമ്മൾ സിദ്ദിഖിനെ പറയുന്ന പോലെ അക്കാലത്ത് അഗസ്റ്റിനായിരുന്നു. അതോടൊപ്പം തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, ഇദ്ദേഹത്തിന്റെ സർഗാത്മകമായ രചനകളിലെല്ലാം ക്രിയാത്മകമായ ഇടപെടലുകൾ ഗിരീഷ് പുത്തഞ്ചേരി നടത്തി. തെറ്റി എന്ന് പറഞ്ഞാൽ അസാധാരണമായ വിധം. ഈ രാവണപ്രഭുവിന്റെ പുതിയ പതിപ്പ് ഇറക്കിയപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേര് പോലും വെച്ചില്ല. അത് തന്നെ വിവാദമായിരുന്നു. അത്രയും
അത് ഗിരീഷ് പുത്തഞ്ചേരി മരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എനിക്ക് അതേപോലെ സർഗചിത്ര അപ്പച്ചൻ, സർഗജിത്ത് അപ്പച്ചനോട് കാണിച്ച ഏറ്റവും വലിയ വൃത്തികേടാണ്. സർഗജിത്ത് അപ്പച്ചനെ ഈ പൃഥ്വിരാജ് അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, പൃഥ്വിരാജ് ആദ്യം അഭിനയിക്കേണ്ടത് നന്ദനം. ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു കോപ്പിയായിരുന്നു. ഇത് ഒരു തെലുങ്ക് പടത്തിന്റെ മോഷണമായിരുന്നു. ഇത് പുള്ളിക്കറിയില്ല. നന്ദനങ്ങൾ ഹിറ്റായി. ഈ സർഗചിത്ര അപ്പച്ചൻ ഇതിനെ തെലുങ്ക് റൈറ്റ് വലിയ വില കൊടുത്ത് വാങ്ങി. ഇവിടെ തെലുങ്കിൽ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നതും കേസാവുന്നതും ഇത് മോഷണമാണെന്ന്. അതോടെ ഇവർ തമ്മിൽ തെറ്റി. അത് കഴിഞ്ഞ് ഈ സർഗചിത്ര അപ്പച്ചൻ ഭയങ്കരമായ ശത്രുതയിലേക്ക് അതൊരു ക്യാരക്ടർ. ഞാൻ വ്യക്തിപരമായി എനിക്കുള്ള പണക്കം എന്ന് പറയാം. എനിക്ക് വ്യക്തിപരമായ പണക്കം 2 കുഞ്ഞുങ്ങളുടെ ഹുങ്കുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഹുങ്കാണ്. ഞാൻ ഈ ചലച്ചിത്രോത്സവത്തിന് പോകുന്ന ആളാണ്. കഴിഞ്ഞ 1-2 പ്രാവശ്യം പോയില്ല പല കാരണങ്ങളാൽ. അപ്പം ഇയാൾ ഒരു വർഷം ഞാൻ നോക്കുമ്പോൾ ഇയാൾ പല വിവാദമായ വർഷം ഈ ഹേമ കമ്മിറ്റി വന്ന സമയം തോന്നുന്നു. ഈ ചലച്ചിത്ര അക്കാദമി നടക്കുന്ന സമയത്ത് ഇയാളെ അടിച്ച് കിൻഡായിട്ട് 2 പേര് പിടിച്ചാണ് ഇയാളെ കൊണ്ടിരുന്നത്. ഓർക്കണം, ഇയാൾ നടക്കുന്നത് മുഴുവൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടിരുന്നൊക്കെ ഇതാണ്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അയാൾ നാട്ടുകാരെ വെല്ലുവിളിക്കുക. ഞാൻ പറഞ്ഞു, ഒരു ഔദ്യോഗിക പദവിയിൽ. അതേപോലെ ചലച്ചിത്രമേള എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു കൂട്ടായ വരവാണ്. ഇവരൊരിക്കലും ഈ ചലച്ചിത്രമേള എന്ത് പറഞ്ഞാലും കുറ്റം പറയത്തില്ല. ഇവര് പോലും ഒന്നടങ്കം കുറ്റം പറഞ്ഞത് രഞ്ജിത്ത് ചെയർമാനായിരുന്നപ്പോഴാണ്. വിളിച്ചു അപ്പോഴയാൾ വെല്ലുവിളിക്കും. ഞാൻ SFI കാരനാണ്, പഴയ ആളാണ്, നിങ്ങൾ എന്തുവാണെങ്കിലും ചെയ്തോളൂ എന്ന് ഈ വെല്ലുവിളിക്കുന്ന ധാർഷ്ട്യം, ഈ അഹങ്കാരം, ഈ പുച്ഛം, മറ്റുള്ളവരോടുള്ള അപമതി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമുണ്ട്, CPM ധാർഷ്ട്യമുണ്ട്, പിണറായിസ്റ്റ് ധാർഷ്ട്യമുണ്ട്. ഈ പിണറായിസ്റ്റ് ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർ എല്ലാ കൊള്ളയും വൃത്തികേടും കാണിച്ചിട്ട് അവർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശവും CPM-ൻ്റെ സംരക്ഷണം കൊണ്ടാണ് ഈ ഇവിടുത്തെ സാംസ്കാരിക നായരെ വിലസുന്നത്. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ്. അവ എന്ത് തോന്നിയാസം കാണിക്കും, ഏത് പെണ്ണിനെ പിടിക്കാം, വളരെ മോശമായി പെരുമാറാം, അധിക്ഷേപിക്കാം. പെണ്ണിനെ ഇപ്പം അയാൾക്കെതിരെ ആണിൻ്റെ ആരോപണം പോലും ഉണ്ടായി, കൊണ്ടുപോയി. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നേരാണ്. ഒരുപക്ഷെ ഇത് ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതെല്ലാം ഈ അതിജീവിതയ്ക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അവര് വെയിറ്റ് ചെയ്തതും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലേക്ക് പോലീസ് വന്നപ്പോ ആയിരിക്കണം. അപ്പൊ ഈ 2 മാസ കാലയളവ് ഒരു കാലയളവായിട്ട് കൂട്ടത്തിലെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് വൈകിയെന്ന് കാരണമുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഈ കാലം തെരഞ്ഞെടുത്തത്. പക്ഷെ അതിന് ഒരു നിർണായകമായ സാധനം കൊച്ചിയിൽ കാളീശ്വരൻ രാജിന് നിയോഗിച്ചതാണ്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകളിൽ നിന്ന് ഇടപെടൽ ഉണ്ടായാൽ, ഉദാഹരണത്തിന് P. ശശി രാജിവെച്ചെന്ന് പറഞ്ഞ വാർത്ത വന്നത്. അതെല്ലാ തവണയും ഈ ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള രാഷ്ട്രീയക്കാർ രാജിവെക്കും. കാര്യം ഇവർക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് പോകാൻ വേണ്ടി. അപ്പൊ ശശിക്ക് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ശശി ആ പോസ്റ്റിലില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഈ കേരള പോലീസിന്റെ കൺട്രോൾ ഇതിന് ശശിയായിരുന്നു, പിണറായി ആയിരുന്നില്ല. അപ്പൊ ഒരാളെ പിടിക്കേണ്ടത്, തീരുമാനിക്കുന്നത്, അറസ്റ്റ് ചെയ്യേണ്ടത് എല്ലാം ശശിയായിരുന്നു. അപ്പം ശശിയുടെ ഒരു പിന്മാറ്റം പ്രൈവറ്റ് പ്രദീപ് കുമാറും ഇല്ല. പ്രദീപ് കുമാർ അല്ലെങ്കിൽ ശശിയുടെ ഒരു പിന്മാറ്റം വാസ്തവത്തിൽ പോലീസിന് ഊർജ്ജം കൊടുത്തു. അപ്പൊ അവസാനമെങ്കിൽ ഈ പോലീസുകാരും മനുഷ്യരാണല്ലോ, അവരുടെ ആത്മാഭിമാനം തെളിയിക്കണമെന്നൊരു തോന്നൽ അവസാന നിമിഷമെങ്കിലും അവർക്ക് ഉണ്ടായിക്കാണും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇയാളുടെ അഹങ്കാരം, ഇയാളുടെ ധാർഷ്ട്യം, സ്ത്രീകളോടുള്ള പുച്ഛം, ഏതു സ്ത്രീയും തൻ്റെ ലൈംഗിക താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു ഇരയാണെന്നുള്ള ബോധം ഒക്കെ ഉണ്ടായിരുന്നേ. ഒരുപാട് ആരോപണങ്ങൾ, ഒരു നടിയെക്കുറിച്ച് ഒരു നടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള ആരോപണമുണ്ട്. ഇത്തരത്തിൽ അതേസമയം ഇയാളുടെ പിതാവ് വളരെ നല്ല മനുഷ്യനായിരുന്നു. ആകാശവാണി നല്ല കക്ഷിയായിരുന്നു ഇയാൾ. ആ മനുഷ്യന് പോലും അവമാനമായി മാറുന്നു. ഇയാൾ കുടുംബജീവിതത്തിൽ വലിയൊരു പരാജയമായിരുന്നു. ആദ്യം മുതൽ ഈ ഭാര്യയെ അടിച്ചമർത്തി ഒതുക്കി നിശബ്ദാക്കിയിരിക്കും. ഭാര്യയ്ക്ക് ഒരിക്കലും സംസാരിക്കാൻ പോലും. ഞാൻ വളരെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ചു. അയാളുടെ ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്ക് സംസാരിക്കുക ഇയാളുടെ തോന്നിയതുപോലെ ആയിരുന്നു. ഇങ്ങനെ അതായത് അധികാരവും പണവും പ്രശസ്തിയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു അരാജകത്വം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രാജാവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഞാനിത് എന്താ പറയുക, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക അന്ത്യം. ഈ അന്ത്യത്തെ നമുക്ക് അങ്ങനല്ലേ കാണുന്നത്. ഒരു CPM ധാർഷ്ട്യത്തിൻ്റെയും എന്താ പറയുക ഈ പുച്ഛത്തിൻ്റെയും ഒക്കെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു. അതിലുപരി മലയാള സിനിമയിൽ ഞാനൊരു സംഭവമാണെന്ന് പുള്ളിക്ക് ഒരു തോന്നലാണ്. ഡോക്ടർ ബിജു എന്തോ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ബിജു പറഞ്ഞിരിക്കുന്നത്, നിന്റെ റിലവൻസ് എന്താടാ,
എന്ന് അവനോട് ചോദിച്ചു. പത്മരാജനേക്കാൾ മുകളിലാണ് ഞാനാണ് എന്നൊരു ചിന്ത പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ പത്മരാജന്റെ സിനിമകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളിയുടെ സിനിമകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. മമ്മൂട്ടിയുമായി സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിയായും മോഹൻലാലുമായി സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലായും മാറും. അങ്ങനെയാണ് അയാൾ ജീവിച്ചിരുന്ന എന്നോട് ഒരാൾ പറഞ്ഞു. അതായത് എന്നോട് സിനിമക്കാരനൊരാൾ പറഞ്ഞു, മമ്മൂട്ടിയുടെ സിനിമ ചെയ്യുമ്പോൾ അയാൾ മമ്മൂട്ടി താനാണ് എന്നാണ് ചിന്തിക്കുന്നത്, മോഹൻലാൽ സിനിമയിൽ മോഹൻലാൽ താനാണ് എന്ന് ചിന്തിക്കും. ഈ രീതിയിലുള്ള ഒരു തലക്കനവും ഒരു എല്ലാവരോടും പരപുച്ഛം എന്ന് പറയത്തുള്ളൂ. അവസാനം അദ്ദേഹം ഒരു ടെലിഫിലിമാണ് ഇറക്കിയിരുന്നത്, കണ്ടിരുന്ന ഇല്ല? ഇത്തരം ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ടെലിഫിലിം ഈ ഇടത് കക്ഷികൾ ഇത് ഭയങ്കര ആഘോഷിച്ചിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ട് അതൊന്നും ഞാനിതിന്റെ പ്രാധാന്യം കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും വേദനയോട് കാണാറുള്ളത് നിസ്സാരമായ ഒരു വ്യാജ പരാതിയുടെ പുറത്ത് പലരും പിടിച്ചകത്തിടാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ റേപ്പ് പോലും നടക്കാത്ത കേസ് പോലുമാണ് മാങ്കൂട്ടത്തിൽ നടക്കുക. അങ്ങനെ പലയിടത്തും ഉള്ളപ്പോൾ ഈ CPM വേണ്ടപ്പെട്ടവർക്ക് എന്ത് പണിയും ചെയ്യാം. അവർ ഈ എന്ത് വൃത്തികേടും കാണിക്കും അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുവരെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അവരെ സംരക്ഷിച്ച് നിർത്തി. ഇവർ ചെയ്യുന്നൊരു പരിപാടി, ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഇവരെ അറസ്റ്റിലാകും. ഇവിടെ ഇയാൾ പോലും അറിയാതെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടം മൂന്നാമത് അറസ്റ്റിലാവുന്നത് കൃത്യമായ പ്ലാനിന്റെ ഭാഗമാണ്. അതായത് അവന് മുൻകൂർ ജാമ്യത്തിന് അവസരം കൊടുക്കരുത്. ഇതേ നിശ്ചയദാർഢ്യം ഇവിടെ ഉണ്ടായിരുന്നു. ആ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് അനങ്ങാൻ കഴിയുന്നതിന് മുമ്പ് ജയിലിലായിരുന്നു. ഒരു ദിവസം കൊല്ലം ജയിലില്ല. പക്ഷെ ഇനി നോക്കൂ, ഇന്നിപ്പം ബുധനാഴ്ചയാണ്, നാളെ കോടതി ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ കോടതി ഉണ്ടാകാൻ സാധ്യതയില്ല, അവധിയാണ്, കേരളത്തിൽ അവധിയാണ്. അപ്പൊ പിന്നെ നാളെയും വെള്ളിയാഴ്ചയും കോടതിയില്ല, പിന്നെ ശനിയാഴ്ച മാത്രം. ശനിയാഴ്ച ഒറ്റ ദിവസം മാത്രം ഒരു കസ്റ്റഡിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശനിയാഴ്ച വാദം കേട്ടാലും കോടതി തിങ്കളാഴ്ചത്തേക്ക് വിധി പറയാം. തിങ്കളാഴ്ച ഇനി ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച, അതായത് ഈ അധികാരത്തിന്റെ അങ്ങേ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മരണത്തെ അതിജീവിച്ചു വന്ന മനുഷ്യനാണ്. അതെ, മരണത്തെ അതിജീവിച്ചാണ്. എന്നിട്ട് പോലും പശ്ചാത്താപമില്ലാതെ തൻ്റെ ഈ ഭൗതിക സുഖങ്ങളുടെയും അധികാരത്തിൻ്റെയും ഒരു ധാർഷ്ട്യം നിലനിർത്തിയ മനുഷ്യന് ഒരു കൃത്യമായ സമയത്ത് കൃത്യമായ ഒരു പണി. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി അയ്യപ്പന്റെ ഇടപെടൽ ഇതെല്ലാം എന്ന് പറയേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനൊരു പരാതി വന്നപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പം സർക്കാർ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി ചെയ്ത. പക്ഷെ അങ്ങനെ അല്ലാന്ന് പിണറായി വിജയന്റെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല എന്ന്. മാത്രമല്ല പ്രതിച്ഛായ വരത്തില്ല, കാരണം ഇയാളൊരു CPM സഹയാത്രികനാണ്. ഈ CPM സഹയാത്രികനായാൽ ഇതിനു മുമ്പും കേസുണ്ടായിട്ടും രക്ഷിച്ചത് അതാണ്. അപ്പൊ ഈ CPMകാരെ രക്ഷിക്കാൻ പോലും പിണറായിക്ക് കഴിയത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു യുവമാരെ എല്ലാം പിന്നോട്ട് വലിപ്പിക്കാൻ കാരണമാകും. പിന്നെ ഇതേ പുള്ളിയുടെ സെറ്റിൽ തന്നെ വലിയ ആളുകളുണ്ട്, ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന വലിയ ആളുകളുണ്ട്. എന്നിട്ടാണ് ആളുകളുണ്ട്, അത് വരെ വലിയ ആളുകളാണ്. പക്ഷെ ഇതെല്ലാം എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഈ സാംസ്കാരിക മുഖങ്ങളിൽ പലതും കപട ആദർശം പറഞ്ഞുകൊണ്ട് ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ വലയം ഈ പിണറായിസ്റ്റ് ഭരണകൂടം തീർത്തു കൊടുത്തിരുന്നു. അതിനു പറ്റിയ ഒരു പോലീസ് സംവിധാനത്തെ അവർ വാർത്തെടുത്തിരുന്നു. ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണെന്ന് പോലീസിനും ബോധ്യമായിരിക്കുന്നു. അങ്ങനെ അവർ വേണ്ടപ്പെട്ടവരെ പോലും കൈവിടുന്ന നീതി അവസാന സമയത്താണെങ്കിലും തിരിച്ചു വരുന്ന ഒരു സുപ്രധാനമായ സന്ദേശമാണ് വാർത്ത നൽകുന്നത്. സന്തോഷം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നന്ദി.